പുറത്തെടുത്തിട്ടുണ്ടോ? പുറത്തെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അല്ലേ സ്റ്റെഫൻ ഉദ്യോഗസ്ഥർ? ജയലക്ഷ്മി, കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കിണറ്റിന് പുറത്തെടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു. ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ്, ഈ മറയ്ക്കപ്പുറത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടന്ന് വരികയാണ്. അതിനുശേഷം മാത്രമേ പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക്, തുടർ അന്വേഷണത്തിലേക്കൊക്കെ തന്നെ നടത്താൻ കഴിയുകയുള്ളൂ. ഈ വീടിന് അകത്ത് ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ ഈ വീട്ടിന് അകത്ത് ആണ് ഉള്ളത്. ഈ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഏതായാലും അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇനി വേണം. ഏതായാലും 2.5 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞാണ്. ഏതായാലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്ന് വരാനോ അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് പോകാനോ ഉള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അക്കാര്യത്തിൽ ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. എന്താ മനസ്സിലാക്കുന്നത് എന്താണ് ചേട്ടാ? ഇതിലെന്ത് ചതിയുണ്ട്. നല്ല കൊച്ചിറങ്ങി പോകും. 2.5 വയസ്സായ കൊച്ചി ഇറങ്ങി വരുമോ? ഇവരെന്തെന്തോ ചെയ്ത് തന്നെ. നല്ലൊരു കൊച്ചായിരുന്നു. എത്ര വയസ്സുണ്ട്? 2.5 വയസ്സ്. 2.5 വയസ്സാവുന്നു. 2 വയസ്സ് ആ കൊച്ചിറങ്ങി വരുമല്ലേ? ഇത്രയും പടി ഇറങ്ങി വരുമോ? അവിടെ കയറും. പിന്നെ പടിക്കെട്ട് താഴ്ചയുള്ള പടിയാണ്. ഈ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കിടന്നത് എന്താ മനസ്സിലാക്കുന്നത്? എന്താ പിന്നെ ബാത്റൂം, പിന്നെ അവർ ഒരുമിച്ച് കിടന്നിട്ട് അവിടുന്ന് ബാത്റൂമിൽ പിന്നെ വന്നതിന് ശേഷമാണ് ഈ കൊച്ചിൻ്റെ ഒരു കരച്ചിൽ കേട്ട് അങ്ങനെ അമ്മയെ വിളിച്ച് പറഞ്ഞതുപോലെ കൊച്ചു കരയെന്നാണ്. പിന്നെ അതിനുശേഷം ഒന്നും അറിയില്ല. ഞങ്ങളിന്ന് ഈ കൊച്ചിൻ്റെ ഈ ഇവിടെ അച്ഛൻ മരിച്ചിരുന്ന് 16. ഞങ്ങൾ NSSൻ്റെ ആൾക്കാരാണ് ഇവിടുത്തെ. നമ്മൾ ഈ NSSലുള്ളതാണ്. അങ്ങനെ 16 ചടങ്ങിന് ഞങ്ങൾ 7 മണിക്ക് ഇവിടെ വന്നതാണ്. വന്നപ്പോഴാണ് സംഭവം ഇതുപോലെ അറിയുന്നത്. അപ്പോൾ ആ ചടങ്ങ് വരെ മാറ്റി വെച്ചു. അപ്പോഴാണ് ഈ കൊച്ചിനെ കണ്ടില്ല. അപ്പോൾ അവരുടെ സഹോദരനെ നേരത്തെ പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞത് അവർക്ക് ആർക്കും ഒന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ ഇപ്പോൾ ഫയർഫോഴ്സ് വന്നാണ് ചെക്ക് ചെയ്തപ്പോഴാണ് കിണറ്റിനകത്ത് കിടക്കുന്നത്. ഇതാരുടെ വീടാണ് തരത്തിൽ? കുഞ്ഞിന്റെ അച്ഛൻ്റെ ആണോ? ഇല്ല, ഇത് ഇവർക്ക് അവിടെ കുടുംബ വീടുണ്ട്. പെൺകുട്ടിക്ക് ഏറ്റവും ഇളയതാണ് ഇവിടെ പെൺകുട്ടി. അപ്പം ഇവർക്കാണ് വീട്. പിന്നെ അവിടെ താമസിക്കാൻ ഈ ക്ഷേത്രത്തിൽ ഇവള് ജോലിക്ക് കഴക്കാരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആണ് ഇവിടെ ഇപ്പം പോകണില്ലല്ലേ, ഇപ്പം മാറ്റി അടുത്ത വേറെ ഭരണസമിതി വന്നപ്പോൾ അവർ മാറ്റി. അങ്ങനെയാണ് ഇവിടെ അടുത്ത് എന്നുള്ള ഇവിടെ താമസിച്ചത്. ഈ കൊച്ചിന്റെ അമ്മ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരിയും ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരിയും. വീട് എന്റെ സ്വന്തം വീടാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ചേട്ടന്റെ വീടാണോ? ഭാര്യയുടെ വീട്. എത്ര നാളായിട്ട് അവർ ഇവിടെ താമസിക്കുന്നുണ്ട്? 1 വർഷത്ത് വരും. എന്താ ജോലി ചെയ്യുന്നത്? എന്താണ് രണ്ടുപേരും, അച്ഛനും അമ്മയും എന്താ ജോലി? അച്ഛൻ രോഗിയാണ്. പിന്നെ അമ്മ ഇവിടെ ക്ഷേത്രത്തിലുള്ള. അച്ഛൻ മരിച്ചിട്ട് 16. ഇന്ന് 16. കുഞ്ഞിന്റെ അച്ഛൻ നമ്മുടെ പാറശാല ശബരി അവിടെ ജോലി ചെയ്യുന്നതാണ്. ശബരിയുടെ സൂപ്പർ മാർക്കറ്റ് പുള്ളിയെ കൊണ്ടുപോയി. കൊച്ചിന്റെ അമ്മയും കൊച്ചിനെ കൊണ്ടുപോയി. കൊണ്ടുപോയി. ഇവിടെ ആരൊക്കെയാ താമസിച്ചുകൊണ്ടിരുന്നത്? സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂതേന എന്ന് പറഞ്ഞതും രാഹിണി, പിന്നെ സഹോദരൻ, ഈ മരിച്ച കൊച്ചിന്റെ അമ്മയും, അവർ 4 പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. സ്ഥിരം താമസം. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇപ്പം ഇവിടെ ജോലിയാണ്. ഈ ക്ഷേത്രത്തിലെ പാണി അല്ല, ക്ഷേത്രത്തിലെ പാണിക്കൊട്ടാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ മരണമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്ന് 16. തലേദിവസം ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, അടുത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താ ഒരു പ്രാഥമികമായി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് എന്താണ്? അല്ല സാർ, അങ്ങനെ ഒന്നും മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയല്ലേ നമ്മൾ. പബ്ലിക് വർക്കേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് ഒന്നും സംഭവിച്ചേ അതേ പറയാൻ പറ്റൂ. നമുക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്താനെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 2 വയസ്സായ കൊച്ചാണ്. ഇപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം എന്തായിരുന്നാലും ഇത് ഇറങ്ങി വരാനുള്ള ഒരു ചാൻസ്. 2 വയസ്സായ കൊച്ചെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സാമാന്യമായി എല്ലാവരുടെയും നമുക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പല താഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. അതെന്ത് ചോദ്യം ചെയ്യാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഞങ്ങളെ NSSൻ്റെ തന്നെയാണ്, നമ്മൾ കാവുമ്പറ NSSൻ്റെ ആൾക്കാരാണ്. അപ്പോൾ NSSൻ്റെ ഇന്ന് ഇവിടെ ഈ ചടങ്ങായിട്ട് ഞങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ രാവിലെ എത്തിയത്. എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. തീർച്ചയായിട്ടും
ജയലക്ഷ്മി ഏതായാലും ഒരു ദുരൂഹത കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. പോലീസ് ഏതായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇതാണ് വീട്, ഈ കാണുന്നതാണ് അടുക്കള. ഇതിന് തൊട്ടടുത്ത മുറിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ആ മുറിയൊക്കെ തന്നെ കെട്ടി അടച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം. അവിടേക്ക് ഇനി ഏതായാലും കൂടുതൽ അന്വേഷണം, തീപിടുത്തം ഉണ്ടായി എന്നൊക്കെ പറയുന്നതിലും ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിമുടി ദുരൂഹത തന്നെ ഇതിൽ ഉണ്ട് അല്ലേ സ്റ്റെഫിൻ? കാരണം തീപിടുത്തമുണ്ടാകുന്നു, കുഞ്ഞിനെ രണ്ടുപേരും ആദ്യം നോക്കുന്നു, കാണുന്നില്ല. അച്ഛന്റെ പ്രതികരണം, ഇപ്പോൾ സഹോദരനാണ് കസ്റ്റഡിയിലായിട്ടുള്ളതും അല്ലേ? എന്തായാലും ഇക്കാര്യത്തിൽ ഈ ദുരൂഹതകൾ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ? അതെ ജയലക്ഷ്മി, ഏതായാലും ദുരൂഹതകൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം മണ്ണെണ്ണയുടെ ഒരു മണം ആ മുറിക്കകത്തും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തൊട്ടടുത്ത് കാണുന്ന മുറിയിലാണ്, ഇതാണ് അടുക്കള, ഇതിന് തൊട്ട് വലതുവശം കാണുന്ന മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു അവ്യക്തതയും അസ്വാഭാവികതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഏതായാലും കൂടുതൽ അന്വേഷണത്തിൽ ഫോറൻസിക്കിന്റെ അടക്കം പരിശോധനകൾ ഇനി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീട് പൂട്ടി ഇപ്പോൾ പോലീസ് സീൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏതായാലും കാണാൻ കഴിയുന്നത്. ബന്ധുക്കളെയും ഈ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനെയും അതോടൊപ്പം തന്നെ അമ്മയുടെ സഹോദരനെയും എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഈ ദുരൂഹതകളൊക്കെ നീക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഏതായാലും മണ്ണെണ്ണയുടെ അംശം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഏതായാലും പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടുതൽ ഫോറൻസിക് അന്വേഷണത്തിലൊക്കെ തന്നെ അത് വ്യക്തത വരികയുള്ളൂ. ഈ അടുക്കളയിൽ പോയി അല്ലെങ്കിൽ മണ്ണെണ്ണ കുപ്പിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ തന്നെ വേണം. ഈ കുഞ്ഞേതായാലും നടന്നു പോകില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ എടുത്ത്